നീ ആ പേപ്പറൊന്നും കാണിച്ചേ. എന്താ പോക കടലൂത്തി മണ്ണ് എവിടെ ആലോചിക്കുക ഞങ്ങള്? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മുഖം കണ്ടാലറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. കെട്ടിയോളുമായിട്ട് വല്ല വർത്തമാനം? ഒന്നുമില്ല കുട്ടികളെ, ഇപ്പോഴത്തെ കാലത്ത് ഓരോ കാര്യങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തു പോയതാ. എന്താ ബുക്ക ഒരു വെല്ലായിക? എന്താ കാര്യം? നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു കടലാസ് ഒപ്പിട്ട് കിട്ടാൻ മാസം 3 ഞാൻ നടക്കണ്. ഓഫീസിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ശരിക്കും മനസ്സിലായി. അത് ഇക്കാക്ക് ഓഫീസിലെ മാമൂലുകൾ അറിയാഞ്ഞിട്ടാ. കാണേണ്ടവരെ വേണ്ട പോലെ കണ്ട പെടാന്ന് കാര്യങ്ങൾ നടക്കും. കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പോരാന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഒരു നേരത്തെ കഞ്ഞീൻ്റെ വക ഒപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കും പടച്ചറപ്പിനും മാത്രമേ അറിയൂ. അല്ലക്ക, എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്? എൻ്റെ മൂത്തോനൊരു ജോലിക്കാര്യത്തിന് പാടുപെട്ട് പഠിപ്പിച്ച ഓനെ ഞാൻ. ഇപ്പൊ കാര്യം ഉണ്ടാവുന്നായപ്പോ ഇങ്ങനെയായി. മോളെ കല്യാണം കഴിഞ്ഞപ്പോ കടപ്പാടത്തിന്റെ ആധാരം ബാങ്കിലാ. ഓഫീസിലിരിക്കണവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. സംഗതി ശരി തന്നെ. ആബൂക്ക് ഒന്നുകൂടെ ആഞ്ഞു പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കണ്ടു നോക്ക്. ഈ ലോകം നന്നാവണില്ലല്ലോ. ഓഫീസർമാരും കൊള്ളാം, നമ്മളും കൊള്ളാം. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെയല്ലേ ആ മനുഷ്യന്റെ അനുഭവം നമ്മൾ കേട്ട് ആസ്വദിച്ചത്. പിന്നെ ഞമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയും സാഹിബേ? ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ആവശ്യം അള്ളാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് പഠിപ്പിച്ച റസൂലിന്റെ അനുയായികളല്ലേ നമ്മള്. നമുക്കൊന്നും ചെയ്യാനില്ലെന്ന്. ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. പിന്നെ ഇപ്പൊ സാഹിബ് വിചാരിക്കതിന്റെ കുഴപ്പ. ശരി സാർ. ഹലോ, അതെ, വില്ലേജ് ഓഫീസാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താണ് സാഹിബേ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. പറയുന്നത് ഒരാളുടെ കാര്യമാണെങ്കിലും ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്റെ ഈ വരവ്. എന്താ കാര്യം സാഹിബേ? ഈ നാട്ടുകാരൻ അബു എന്നൊരാള് ചെറിയൊരാവശ്യത്തിന് ഒരുപാടായി ഇവിടെ കയറി ഇറങ്ങുന്നു. അയാള് മാത്രല്ല, ഒത്തിരി ആളുകളും ഇങ്ങനെ ആയുസ് കളയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അബുവിനെ ഇനിയും കഷ്ടപ്പെടുത്തരുത്. സാറേ, നിങ്ങളൊരു ഓഫീസറാണ്, ഒരു മനുഷ്യനും. അതിലുപരി നിങ്ങളൊരു മുസൽമാനല്ലേ? സാഹിബേ, അത് ഇതും ഒന്നും വേണ്ട. കൈക്കൂലി വാങ്ങുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ വേതനത്തിനപ്പുറം വാങ്ങുന്നതൊക്കെ വഞ്ചിച്ചെടുക്കുന്നതാണെന്നും അനർഹമായ സമ്പാദ്യം ചുമന്ന് മനുഷ്യൻ അന്തിമ നാളിൽ അള്ളാഹുവിന്റെ അടുത്ത് എത്തുമെന്നും റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സമ്പാദിക്കുന്നത് തീക്കട്ടയാണ്, തീക്കട്ട. ഇവിടെ നിങ്ങൾ ഇതിനെന്ത് ഗുണം കണ്ടാലും ശാശ്വത ജീവിതത്തിന്റെ വിധി നിർണയ വേളയിൽ അവ താങ്കൾക്കെതിരായി സാക്ഷിയാവും. അത് മറക്കണ്ട. ഇരിക്കൂ. ക്ഷമിക്കണം സാഹിബേ, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ.